സുഹൃത്തുക്കളെ, ഇതുവരെ കോഴി പുരസ്കാരം നൽകിയിരുന്നത് മദ്രസയിലെ കുണ്ടനടിക്കാരന്മാരായ ഉസ്താദുമാർക്കായിരുന്നു. ഇപ്പോൾ ആ കുണ്ടന്മാരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ സേഫ് സോണിലൊന്നും ആയിട്ടില്ലെങ്കിലും അവരും തെല്ലാശ്വാസത്തിലാണ്. കാരണം ഇതുവരെ നമുക്ക് മാത്രം കിട്ടിയിരുന്ന ആ ക്രെഡിറ്റ് ഇപ്പോഴിതാ വേറെ ഒരു വിഭാഗം തട്ടിയെടുത്തിരിക്കുന്നു. ആ സിനിമക്കാരന്മാരിലും മുറിയന്മാരുണ്ട് എന്നത് ഒരു ആശ്വാസകരമായ വസ്തുതയാണ്. ആ വിഷയത്തിലും മൊത്തത്തിൽ അങ്ങ് നമ്മളെ തളയ്ക്കാനോ പരാജയപ്പെടുത്താനോ ഒന്നും ആർക്കും പറ്റില്ല എന്ന് സിദ്ദീഖും മറ്റ് നടന്മാരും ഒക്കെ തെളിയിച്ചത് വലിയ ഒരു ആശ്വാസം തന്നെയാണ്. കാരണം ഇതുവരെ മദ്രസകളിലെ ഉസ്താദുമാരോടൊപ്പമായിരുന്നു ഒരു ആൺകുട്ടിയെയോ ഒരു പെൺകുട്ടിയെയോ ഒറ്റക്കിരുത്തി പഠിപ്പിക്കാൻ പറ്റാത്തത്. പിന്നീട് ആടിനെയും കോഴിയെയും പോലും ഞങ്ങൾക്ക് പ്രശ്നമില്ല, ദ്വാരമാണ് പ്രധാനം എന്നവർ പഠിപ്പിച്ചു സമൂഹത്തെ. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖയായ ഒരു കോഴിക്കോട് ജില്ലയിലെ ഒരു വനിതാ ഡോക്ടറാണ് എഴുതിയത്, എൻ്റെ മകളെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു ഉസ്താദ് വന്നു വീട്ടില്. ഞാനൊരു കോർണറിൽ ഒരു കസേരയും ടേബിളും ഇട്ടുകൊടുത്ത് പഠിപ്പിക്കാനിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ കാണാനില്ല, കുറച്ച് അപ്പുറത്തോട്ടിരിക്കുന്നത് കണ്ടു. കാരണം അവിടെയാണ് കുറച്ചുകൂടി സൗകര്യം. ഈ ഡോക്ടർ ഇട്ടുകൊടുത്തത് അവരുടെ കണ്ണെത്തുന്ന ഒരു സ്ഥലത്താണ്. പക്ഷേ ഉസ്താദ് നോക്കിയപ്പോൾ പിടിക്കാനും വലിക്കാനും തടവാനും ഞെരടാനും ഒക്കെ എളുപ്പം ഒരു കോർണറാണ്. അങ്ങോട്ട് കൊണ്ടുപോയി അപ്പോൾ തന്നെ കുട്ടിയുടെ ആ ഒരു ശരീരപ്രകൃതിയും ആ ഒരു മുഖഭാവവും ഒക്കെ കണ്ടപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായി പന്തികേടാണെന്ന്. അങ്ങനെ ഡോക്ടറെ അടിച്ചോടിച്ചു എന്നാണ് ആ ഡോക്ടർ പറഞ്ഞത്. അടിച്ചോടിച്ചത് കൊണ്ട് കാര്യമില്ല, അയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടി ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ അവരിറങ്ങി പുറപ്പെടണമായിരുന്നു. പോട്ടെ, അത് അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ഉസ്താദിന് മറ്റൊരിടത്ത് പോയി മറ്റൊരു കുട്ടിയെ പീഡിപ്പിക്കാനുള്ള ഒരു അവസരം അതുവഴി ലഭിച്ചിരിക്കുന്നു എന്ന് കരുതി സമാധാനിക്കാം. അപ്പൊ ഇതുവരെ ഞമ്മന്റെ ആളുകൾക്ക് മാത്രം കിട്ടിയിരുന്ന കോഴി പുരസ്കാരത്തിന് ഇപ്പോൾ സിനിമാ മേഖലയിലെ നിരവധി ആളുകൾക്ക് ലഭിക്കുന്നു എന്നത് ഉസ്താദുമാരെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുണ്ടാക്കുന്ന വസ്തുതയാണോ, അതോ നമ്മുടെ കഴിവ് മറ്റൊരാൾക്ക് കൂടി ഉണ്ട് എന്നവർ അംഗീകരിച്ചു കൊടുക്കുമോ? അതല്ല, നമ്മൾ തന്നെയാണ് കേമന്മാരെന്ന് പറഞ്ഞ് വീണ്ടും അവർ കഴിവ് തെളിയിക്കാൻ ശ്രമിക്കുമോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് MIC കോളേജിൽ MIC എന്ന് പറയുന്ന കൈപ്പമംഗലത്തെ ഇസ്ലാമിക സ്ഥാപനത്തിൽ ഒരു 15-കാരി 8ഓളം തവണ ഉസ്താദിനാൽ പീഡിപ്പിക്കപ്പെട്ടു. അവിടേക്ക് പറഞ്ഞു വിടുന്ന ലവളുമാരുണ്ടല്ലോ, അതും ടീച്ചർമാര് തന്നെയാണ്. അവളുമാരെ ഏതാണ്ട് ഉസ്താദുമാര് പെരുമാറിക്കഴിഞ്ഞു, പഴകി. അപ്പോൾ പുതിയ പുതിയ പെൺകുട്ടികളെ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് ഇവളുമാരാണ്, മീഡിയേറ്റർമാരായിട്ട്. ആ പീഡനത്തിനിരയായ പെൺകുട്ടി പറയുന്നു, ടീച്ചർമാരാണ് ക്ലാസ് കഴിഞ്ഞാൽ ഉസ്താദ് വിളിക്കുന്നു, പോകാൻ പറയുന്നത്, പോയിട്ടില്ലെങ്കിൽ അടിയാണ്. ഇപ്പോ മോഹൻലാലിന്റെ നേതൃത്വത്തിലുള്ള മലയാള ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ ഭരണസമിതി രാജിവെച്ചിരിക്കുന്നു. അവിടത്തെ ഭീരുത്വത്തെ കുറിച്ചാണ് നടി പാർവതി തിരുവോത്ത് പറയുന്നത്. മാധ്യമപ്രവർത്തക ബർക്കാദത്തിന് നൽകിയ അഭിമുഖത്തിൽ പാർവതി ശക്തമായ രൂപത്തിൽ പ്രതികരിച്ചിരിക്കുന്നു. അമ്മ അംഗങ്ങൾക്കെതിരെ ഉയർന്നു വന്ന ലൈംഗിക ആരോപണങ്ങളിൽ പ്രതികരിക്കേണ്ട സമയത്ത് അത് ചെയ്യാതെ അവർ ഒഴിഞ്ഞുമാറി എന്നാണ് പാർവതി ആരോപിച്ചത്. സർക്കാരുമായി ചേർന്ന് പ്രശ്നം പരിഹരിക്കാൻ എന്തെങ്കിലും ഒരു ശ്രമം അവർ നടത്തിയിരുന്നെങ്കിൽ അത് നന്നായിരുന്നേനെ എന്നും പാർവതി പറഞ്ഞു. ഇപ്പോൾ രാജിവെച്ച എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ പ്രതിയെ വീണ്ടും സംഘടനയിലേക്ക് സ്വാഗതം ചെയ്തത്. ലൈംഗിക ആരോപണങ്ങൾ പുറത്തു വരുന്ന സമയം വരെ ഇവിടെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു എന്നാണ് അവരുടെ നിലപാടെന്നും പാർവതി വിമർശിച്ചു. സ്ത്രീകൾക്ക് പരാതിയുണ്ടെങ്കിൽ മുന്നോട്ട് വരട്ടെ എന്ന സർക്കാർ നിലപാടിനെതിരെയാണ് പാർവതി രംഗത്ത് വന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നേരത്തെ നടപ്പാക്കിയിരുന്നെങ്കിൽ അതിജീവിതർക്ക് നീതിക്കു വേണ്ടി അലയേണ്ടി വരില്ലായിരുന്നു. താനും അമ്മയുടെ ഭാഗമായിരുന്നു. ആ സംഘടന എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് തനിക്കറിയാം. ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി സർവ അധികാരിയായിരിക്കുകയാണ് അമ്മയുടെ പ്രവർത്തന രീതി. അവർക്ക് മുന്നിൽ പരാതികൾ പോലും ഉന്നയിക്കാൻ ആർക്കും സാധിക്കില്ലെന്നും അവർ പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമയിൽ ഉണ്ടായ വെളിപ്പെടുത്തലിലാണ് താരസംഘടന അമ്മയിൽ മോഹൻലാൽ ഉൾപ്പെടെ എല്ലാവരും രാജിവെച്ചത്. നിലവിലെ അമ്മ ഭരണസമിതി പിരിച്ചുവിട്ടിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സിനിമാ രംഗത്തെ അതിക്രമങ്ങളിൽ പരാതിയുമായി കൂടുതൽ പേർ രംഗത്ത് വരികയാണ്. നമ്മൾ കേട്ടതിനേക്കാൾ എത്രയോ ഭീകരമാണ് നമ്മൾ കേൾക്കാത്തത്. ബംഗാളി നടിയുടെ ആരോപണത്തിന് പിന്നാലെ സംവിധായകൻ രഞ്ജിത്ത് തന്റെ മേൽ ലൈംഗിക അതിക്രമണം നടത്തി എന്ന പരാതിയുമായി
ഒരു യുവാവ് രംഗത്ത് വന്നത് നമ്മളൊക്കെ കണ്ടു. ഇവരൊക്കെ പരാതിയുമായി മുന്നോട്ട് വരാൻ എന്തുകൊണ്ടാണ് ഇത്രയും കാലതാമസം എടുക്കുന്നത് എന്ന് നമ്മൾ എല്ലാവരും ചോദിച്ച ചോദ്യമാണ്. കോഴിക്കോട് സ്വദേശിയായ ഒരു വ്യക്തിയാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. 2012 ബാംഗ്ലൂരിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വെച്ച് രഞ്ജിത്ത് തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന് യുവാവ്. കോഴിക്കോട് മമ്മൂട്ടി നായകനാകുന്ന ബാവുട്ടിയുടെ നാമത്തിൽ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിലാണ് സംവിധായകൻ രഞ്ജിത്തിനെ കണ്ടത് എന്ന് പരാതിക്കാരൻ. ഷൂട്ടിംഗ് കാണാൻ സെറ്റിലെത്തിയ യുവാവ് രഞ്ജിത്തിനെ കണ്ടു. അഭിനയത്തോടുള്ള താല്പര്യം അറിയിച്ചു. രഞ്ജിത്ത് ടിഷ്യൂ പേപ്പറിൽ ഫോൺ നമ്പർ എഴുതി നൽകി. ഫോൺ വിളിക്കാതെ മെസ്സേജ് ചെയ്യാൻ പറഞ്ഞു. രഞ്ജിത്ത് മെസ്സേജ് അയച്ചതിന് ശേഷം ബാംഗ്ലൂരുവിൽ വെച്ച് കാണാമെന്നായി നിർദ്ദേശം. ഹോട്ടലിൽ എത്തിയപ്പോൾ സന്ദർശക സമയം കഴിഞ്ഞു എന്ന് റിസപ്ഷനിസ്റ്റ് അറിയിച്ചു. താൻ ഇക്കാര്യം രഞ്ജിത്തിനോട് പറഞ്ഞതായും തുടർന്ന് പിൻവാതിലിലൂടെ മുറിയിലേക്ക് കിടക്കാൻ നിർദ്ദേശിച്ചതായും ഇയാൾ പറഞ്ഞു. രഞ്ജിത്ത് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. രഞ്ജിത്ത് യുവാവിന് മദ്യം വാഗ്ദാനം ചെയ്തു. ആദ്യം നിരസിച്ചെങ്കിലും പിന്നീട് സ്വീകരിച്ചു. അതിനുശേഷം രഞ്ജിത്തിന്റെ സ്വഭാവം മാറിയെന്നും തന്നെ വിവസ്ത്രനായി കാണണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ച സംവിധായകൻ തന്നോട് വസ്ത്രമഴിക്കാൻ ആവശ്യപ്പെട്ടെന്നും കാജൽ ധരിക്കാൻ ആവശ്യപ്പെട്ടെന്നും പരാതിക്കാരൻ പറഞ്ഞു. തന്റെ കണ്ണുകൾ സുന്ദരമായിരുന്നു എന്ന് സംവിധായകൻ പറഞ്ഞു. രഞ്ജിത്ത് തന്നോട് എന്താണ് ചെയ്തത് എന്ന് വെളിപ്പെടുത്താൻ കഴിയില്ല എന്ന് പരാതിക്കാരൻ. എന്നാൽ രഞ്ജിത്ത് തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന് ഇയാൾ വ്യക്തമാക്കി. പോലീസിനോട് ഇക്കാര്യങ്ങൾ താൻ വെളിപ്പെടുത്തുമെന്നും യുവാവ്. അതേ ഹോട്ടലിൽ താമസിച്ചിരുന്ന തന്റെ നടിയായ കാമുകിയെ കാണിക്കണമെന്ന് പറഞ്ഞാണ് രഞ്ജിത്ത് തന്റെ നഗ്നചിത്രങ്ങൾ എടുത്തതെന്നും ഇയാൾ അവകാശപ്പെട്ടു. എന്താണ് ഈ മേഖലയിൽ നടക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ തരിച്ചു പോകുകയാണ് ഓരോ നിമിഷവും. നമ്മൾ കണ്ടിരുന്ന നല്ല വിഗ്രഹങ്ങളൊക്കെ വീണുടഞ്ഞു പോകുന്നു. ഇവരുടെ ശരിയായ മുഖം എന്താണ് എന്ന് ഇപ്പോഴാണ് പുറത്തു വരുന്നത്. ആൺകുട്ടികളെയും വെറുതെ വിടില്ല, പെൺകുട്ടികളെയും വെറുതെ വിടില്ല, കോഴിയെയും ആടിനെയും പശുവിനെയും പട്ടിയെയും ഒന്നും ഇവന്മാര് വെറുതെ വിടത്തില്ല. ഇത്രയ്ക്ക് കാമഭ്രാന്തന്മാരാണോ ഇവരൊക്കെ? രഞ്ജിത്ത് ഈ റൂമിൽ ഇരുന്ന് പറഞ്ഞ സമയത്ത് പുള്ളി 2-3 നടന്മാരെ പേര് പറഞ്ഞിരുന്നു. അവർക്ക് തീർച്ചയായിട്ടും നിന്നെ കണ്ടു കഴിഞ്ഞാൽ അവർക്കൊക്കെ താല്പര്യം ഉണ്ടാവും, അങ്ങനെയാണെങ്കിൽ നിനക്ക് അവസരങ്ങളും ലഭിക്കും എന്നൊക്കെ പറഞ്ഞ് കുറേ രീതിയിൽ. പക്ഷെ പിറ്റത്തെ ദിവസം രാവിലെ, അന്ന് രാത്രി ഞാൻ ഈ മദ്യപിച്ചത് കൊണ്ട് ഞാനും അത്ര ബോധാവസ്ഥയിലല്ലായിരുന്നു. രാവിലെ എണീറ്റപ്പോൾ പുള്ളിയുടെ ക്യാരക്ടറേ ചേഞ്ച് ആയി. പുള്ളി രാവിലെ പറഞ്ഞു, സാജ് ഐ വോണ്ട് ടു ഗോ വേക്കപ്പ്, എനിക്ക് പോകണം, നിങ്ങൾക്ക് എത്ര പൈസ വേണ്ടെന്നാണ് ചോദിച്ചത്. സോ അത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. ഞാൻ ഒരുപാട് ആഗ്രഹം വെച്ചിട്ടാണ് ബാംഗ്ലൂരിലേക്ക് ട്രാവൽ ചെയ്യുന്നത്. അവിടെ പോയി ഹോട്ടലിൽ ഇത്രയും റിസ്ക് എടുത്ത് പോയിട്ട് പുള്ളി എന്നെ സെക്ഷുവലി അബ്യൂസ് ചെയ്തിട്ട് പുള്ളിക്ക് രാവിലെ എണീറ്റപ്പോൾ പുള്ളിക്ക് പോകണം. പുള്ളി വേറെ ഒരു കാര്യം ചോദിക്കുന്നില്ല. ഹി ഓഫറിങ് മീ സം മണി. ഞാൻ പറഞ്ഞു, സാർ ഞാൻ ഇതെല്ലാം ആഗ്രഹിക്കുന്നത്, ആക്ച്വലി ഞാൻ ആഗ്രഹിച്ചത് ഒരു ചാൻസ് ആണ്, അത് സിനിമയിലെ ഒരു അവസരമാണ് ആഗ്രഹിച്ചത്. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള അവരുടെ ഒരു പദവി അവർ നല്ല രീതിയിൽ മിസ്യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അന്ന് ഞാൻ ഫ്ലൈറ്റ് ക്യാബിൻ ക്രൂ ചെയ്യായിരുന്നു. എനിക്കപ്പോൾ അന്ന് 21 ആയിരുന്നു, ഏജ് 21 ആയിരുന്നു. നിങ്ങൾ കണ്ടത് കോഴിക്കോട് വെച്ചാണ്? അതെ, കോഴിക്കോട്. അത് കഴിഞ്ഞ് അവിടെ വെച്ചൊന്ന് മീറ്റ് ചെയ്ത് എന്താണ് ഈ ബാംഗ്ലൂർ പുള്ളി എന്നോട് പറഞ്ഞത് ബാവുട്ടിയുടെ നാമത്തിൽ സിനിമയുടെ ഓഡിയോ ലോഞ്ചോ, പുള്ളി പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെയാണ്. പുള്ളി ആ ഒരു ആവശ്യത്തിന് ബാംഗ്ലൂർ പോകുന്നെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓഫ്കോഴ്സ് ആൾ ഒരു വലിയ ഡയറക്ടർ അല്ലേ. അപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ ബാംഗ്ലൂരോ കൊച്ചിയോ എവിടെയാണെങ്കിലും നമ്മൾ റിസ്ക് എടുത്ത് പോകും. അന്ന് ഫിനാൻഷ്യലി എനിക്ക് അന്ന് അല്ല, അതിന് വേറൊരു കാര്യമുണ്ട്. പുള്ളി എനിക്ക് കുറച്ച് പൈസ തന്നിട്ടുണ്ടായിരുന്നു കാലിക്കറ്റ് വെച്ചിട്ട്. ഏതാണ്? ഇല്ല, സൗഹൃദം ഒരുപാട് സൗഹൃദമൊന്നുമില്ല. പിന്നെ അല്ല, അന്ന് ആ സമയത്ത് ഞാൻ ഈ ഫ്ലൈറ്റിനുള്ള ഫെയർ ആണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പം എന്നോട് ബാംഗ്ലൂർ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പൈസ അയച്ചു തന്നില്ല? ഇല്ല, പൈസ അയക്കുക അങ്ങനത്തെ ഒരു ഇതില്ല. ആ സമയത്ത് എന്റെ ഫോണിൽ എന്തെങ്കിലും എനിക്ക് ഇന്നിപ്പോൾ റിവേഴ്സ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും പ്രൂഫ് തരാമായിരുന്നു. ഇല്ല, കാശ് തന്നത് റൂമിൽ നിന്ന് ഞാൻ ഇറങ്ങുന്ന സമയത്ത് പുള്ളി എനിക്ക് പൈസ തന്നത്. ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങുന്ന കാര്യമാണ്. ഇല്ല, ഞാൻ ക്യാഷ് മേടിച്ചിട്ടില്ല. അത് ഞാൻ പറഞ്ഞത് പൈസക്ക് വേണ്ടിയിട്ടല്ലായിരുന്നു ഞാൻ അവിടെ പോയത്. ഏതൊരു വ്യക്തിയും ഒരു ഡയറക്ടറെ അടുത്ത് പോകുന്നത് പൈസക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ആക്ടറെ കാണാൻ പോകുന്നത് പൈസക്ക് വേണ്ടി. ഇത്രയൊക്കെ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റൂ. ഇയാൾ മദ്രസയിലെങ്ങാനും പഠിച്ച വ്യക്തിയായിരുന്നോ? കാരണം മദ്രസയിലെ ഉസ്താദുമാരുടെ തനി നിറങ്ങളാണ് ഇവരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഭോഗിക്കണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യവുമായിട്ടായിരിക്കും ഇവരൊരു പക്ഷേ ഈ മേഖല തിരഞ്ഞെടുത്തത്. ഈ മേഖലയിൽ സുലഭമായും സുന്ദരമായും ലളിതമായും അതീവ രഹസ്യമായും ഇവരുടെ ഇത്തരം ചേഷ്ടകൾ, കാമഭ്രാന്തുകൾ തീർക്കാൻ കഴിയും. ഇത്രയും കാലത്തിനിടയിൽ പുറത്തു പറയാൻ പറ്റാത്ത എത്രയോ ആളുകൾ ഉണ്ടാകും. ഇവർ ജീവിതം കശക്കി എറിഞ്ഞവർ. അവർ ഇരുന്നൊരു പക്ഷേ തനിക്ക് പറയാനുള്ളതാണല്ലോ മറ്റുള്ളവർ പറയുന്നത് എന്നോർത്ത് സന്തോഷിക്കുന്നുണ്ടാകും. നന്ദി.